അവതരിപ്പിച്ചത്. Wedding collections from Kavita Gold and Diamonds. കൊല്ലം ശൂരനാട് ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മയ്യനാട് സ്വദേശി അൽത്താഫാണ് പിടിയിലായത്. കോട്ടയം ഈരാറ്റുപേട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിനായി കേരളം കൂടുതൽ പണം ചെലവഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിന് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. തിരുവനന്തപുരം വിതുര പൊന്മുടി റോഡിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. KSRTC ബസ് ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. തുടർന്ന് വിതുരയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. തൃശൂർ വെളുത്തൂർ പോത്തുകുട്ടികളുടെ ചെവിയിൽ കമ്പിയിട്ട് കുത്തിയും ദേഹത്തു പൊള്ളിച്ചും ക്രൂരത. ചിറമ്മൽ സ്വദേശി ഷാജന്റെ 4 പോത്തുകുട്ടികൾക്ക് നേരെയാണ് ആക്രമണം. കഴിഞ്ഞ ആഴ്ചയാണ് തച്ചമ്പള്ളി സ്വദേശി റെനീഷിന്റെ 2 പോത്തുകുട്ടികളെ പൊള്ളിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. കേരളത്തിൽ ഓണക്കാലത്തെ നിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് ആണ് പ്രത്യേക സർവീസുകൾ ഏർപ്പെടുത്തുക. Oxygen New Gen Autumn Offer. Smartphone, laptop, TV, washing machine, refrigerator, AC, kitchen appliances തുടങ്ങിയവ 70% വരെ വിലക്കുറവിൽ പർച്ചേസ് ചെയ്യും. നറുക്കെടുപ്പിലൂടെ നേടാം 25 സ്വിഫ്റ്റ് കാറുകൾ സമ്മാനം.